ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനം കാണണമെങ്കിൽ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് കൂടി സഞ്ചരിച്ചാൽ മതി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തലസ്ഥാന നഗരം വീണ്ടും അനധികൃത ഫ്ലെക്സ് ബോർഡുകളാൽ നിറഞ്ഞു. നിയമം പാലിച്ച് മാതൃകയാകേണ്ട സർക്കാർ വകുപ്പുകളും രാഷ്ട്രീയ പാർട്ടികളുമാണ് ഭൂരിഭാഗം ഫ്ലെക്സുകളുടെയും അവകാശികൾ. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം അവഗണിച്ചാണ് യാത്രക്കാരുടെ കാഴ്ച മറച്ചുള്ള അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ. നടപടിയെടുക്കേണ്ട കോർപ്പറേഷന് ഇതൊന്നും കണ്ട ഭാവമേയില്ല. അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ, കൊടിതോരണങ്ങൾ, ബാനറുകൾ എല്ലാം നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി വിധി വന്ന് ഒരു വർഷമാകുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു പരിധിവരെ നിർദ്ദേശം പാലിക്കപ്പെട്ടിരുന്നു. പക്ഷെ വീണ്ടും നഗരം പഴയപടിയായി. പാളയം, സെക്രട്ടേറിയറ്റിന് പരിസരം, കിഴക്കേക്കോട്ട തുടങ്ങി എല്ലായിടത്തും ഫ്ലെക്സ് ബോർഡുകളുണ്ട്. നിയമം പാലിക്കേണ്ട സർക്കാർ, മാതൃകയാകേണ്ട രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ എല്ലാവരുടെയും പിതൃത്വം അനധികൃത ഫ്ലെക്സ് ബോർഡുകൾക്കുണ്ട്. പരിപാടികളുടെ ഫ്ലെക്സ് ബോർഡുകൾ പരിപാടി കഴിഞ്ഞാൽ പോലും മാറ്റില്ല. ബുദ്ധിമുട്ട് നേരിടുന്നവർ കൂടുതലും ഡ്രൈവർമാരാണ്. ജംഗ്ഷനുകളിലൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ലാതെ സൈഡുകളിലൊക്കെ വെച്ചാൽ വേറെ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ബാക്കി നമുക്കൊരാൾ ഓടി വന്നാലോ ഒന്നും കാണാനും ചിലപ്പോൾ പറ്റിയൊന്നും വരില്ല. ബേക്കുന്ന ഒരു വണ്ടി വന്നാലും അറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് തിരിയുന്ന സമയത്ത് ഏതെങ്കിലും വണ്ടി അവിടെ നിന്ന് വന്നാൽ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയില്ല. കാരണം ഈ ബോർഡ് ശരിക്കും മറവായിരിക്കാം. പക്ഷേ അത് നമ്മുടെ ജംഗ്ഷനുകളിലൊക്കെ ആണെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. പരിപാടി കഴിഞ്ഞാൽ ബോർഡ് മാറ്റേണ്ടത് തന്നെയാണ്. അത് എവിടെ ആയാലും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടി ആയാലും മറ്റുള്ള പ്രവർത്തനങ്ങളായാലും അത് ഒരു പ്രചരണമല്ലേ. പ്രചരണത്തിൻ്റെ ഭാവം വയ്ക്കുന്നു. ആ സമയം കഴിഞ്ഞ് അത് മാറ്റി വയ്ക്കുകയെന്നാണ് അതിൻ്റെ സമയം കഴിഞ്ഞ് മാറ്റുക, അതേ ഉള്ളൂ. അപ്പോൾ അവർ പ്രചരണം എന്ന് വെച്ചാൽ ഈ പ്രതികരിക്കുന്നതും പ്രചരണവും നടത്തുക എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പ്രസ്ഥാനത്തിൻ്റെ അവകാശമാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് തെറ്റില്ല, കഴിഞ്ഞ് മാറ്റുക എന്നുള്ളതാണ്. നഗരത്തിൽ ഒരു ബോർഡ് സ്ഥാപിക്കണമെങ്കിൽ കൃത്യമായ നിയമങ്ങളുണ്ട്. ബോർഡിന്റെ വലുപ്പവും സ്ഥലവും വ്യക്തമാക്കി സ്ഥാപിക്കുന്നതിന് 7 ദിവസം മുൻപ് കോർപ്പറേഷനിൽ അപേക്ഷ നൽകി അനുവാദം വാങ്ങണം. പരിപാടി കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ അവ നീക്കം ചെയ്യണമെന്നുമാണ് നിബന്ധന. നഗരത്തിലെ ഭൂരിഭാഗം ബോർഡുകളും ഇവയൊന്നും പാലിക്കാതെ സ്ഥാപിച്ചവയാണ്. അനധികൃത ബോർഡുകൾക്കും ഫ്ലെക്സുകൾക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കുറ്റമായി കണ്ട് പിഴ ചുമത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. തദ്ദേശ സ്ഥാപനങ്ങൾ, പോലീസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവർക്കാണ് നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ എല്ലാം വേഗത്തിൽ പഴയപടിയായി. വിഷ്വൽ പൊല്യൂഷൻ എന്നായിരുന്നു ഹൈക്കോടതി അനധികൃത ഫ്ലെക്സ് ബോർഡുകളെയും കൊടിതോരണങ്ങളെയും വിശേഷിപ്പിച്ചത്. ആ വിധി വന്ന് ഒരു വർഷമാകുന്നതിന് മുൻപ് തന്നെ തലസ്ഥാന നഗരം വീണ്ടും അതേ വിഷ്വൽ പൊല്യൂഷൻ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. പുതുതായി അധികാരത്തിലെത്തിയ തദ്ദേശ സ്ഥാപനത്തിലെ അധികാരികൾ ഇതിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തേണ്ടി വരും. ഇല്ല എങ്കിൽ വീണ്ടും ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.